ജൂബിലി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച അവസാന ചിത്രം മോഹൻലാൽ അഭിനയിച്ച പവിത്രമായിരുന്നു. പത്മരാജൻ സംവിധാനം ചെയ്ത കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമ നിർമ്മിച്ച വിശുദ്ധി ഫിലിംസിൻ്റെ തങ്കച്ചൻ വഴിയാണ് പവിത്രം എന്നിലേക്കെത്തിയത്. പവിത്രത്തിൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട ലാൽ തങ്കച്ചനു ഡേറ്റ് കൊടുക്കുകയായിരുന്നു. പി ബാലചന്ദ്രനായിരുന്നു തിരക്കഥ. സംവിധാനം TK രാജീവ് കുമാറും. വിതരണം ഏറ്റെടുത്ത ജൂബിലി സ്വന്തം സിനിമകൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ സിനിമയും നിർമ്മിച്ചത്. 1994 ഫെബ്രുവരി 1 സിനിമ റിലീസ് ചെയ്തപ്പോൾ മികച്ച ഗാനങ്ങളുമൊക്കെയായി നല്ല അഭിപ്രായം നേടിയെങ്കിലും ഉദ്ദേശിച്ച രീതിയിൽ കളക്ഷൻ ഉണ്ടായില്ല. മണിച്ചിത്രത്താഴ് റിലീസായിട്ട് അപ്പോൾ 3 ആഴ്ചയേ ആയിരുന്നുള്ളൂ. അത് കൂടുതൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. തിരൂരിലെ ഖയാം എന്ന തിയേറ്ററിൽ പവിത്രം 8 ദിവസം മാത്രമേ പ്രദർശിപ്പിച്ചുള്ളൂ. അതെനിക്ക് ഒരു ഷോക്കായിരുന്നു. വലിയ തിരക്കിനിടയിൽ നിന്ന് മോഹൻലാൽ ഡേറ്റ് നൽകി. 60 ലക്ഷം രൂപയോളം മുടക്കി നിർമ്മിച്ച സിനിമയാണ്. നല്ല കഥയും മികച്ച താരനിരയും. ഈ സംഭവം മാനസികമായി എനിക്ക് വലിയ വിഷമമുണ്ടാക്കി. നഷ്ടം സഹിക്കാനായി എന്തിനിങ്ങനെ സിനിമയെടുക്കണം എന്ന ചിന്ത ഉണ്ടായി. ആ ചിന്ത കൂടി വന്നപ്പോൾ സിനിമാ നിർമ്മാണം നിർത്താനുള്ള തീരുമാനം ഞാനെടുത്തു. 1975 ജൂബിലി പിക്ചേഴ്സിലൂടെ സിനിമ വിതരണത്തിനെടുത്തു. തുടങ്ങിയ യാത്രയുടെ അവസാനം കോട്ടയത്തെ രാജമഹാൽ സ്റ്റാർ തിയേറ്ററുകൾ കുട്ടിക്കാലത്ത് നൽകിയ സിനിമ കാഴ്ചകളിൽ നിന്നാണ് എൻ്റെ സിനിമാ താല്പര്യം തുടങ്ങിയത്. മുതിർന്നപ്പോൾ സിനിമയിലേക്ക് പോകണമെന്ന ആഗ്രഹത്തിലേക്ക് എത്തിച്ചതും ഈ താല്പര്യമാണ്. ഡിന്നി ഫിലിംസ് എന്ന വിതരണ സ്ഥാപനത്തിൽ ഫിലിം റെപ്രസെൻറ്റേറ്റീവായി ജോലി തുടങ്ങിയതും ആലുവയിൽ തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തിയതും പിന്നീട് സ്വന്തമായി വിതരണവും നിർമ്മാണവും നടത്തിയതുമെല്ലാമായി ഓർമ്മകളുടെ ഒരു വലിയ സിനിമാസ്കോപ്പ് പ്രവാഹം ആ ദിവസം എൻ്റെ മനസ്സിലേക്ക് വന്നു. സിനിമാ നിർമ്മാണം നിർത്താൻ ഞാനെടുത്ത തീരുമാനം കൃത്യസമയത്തായിരുന്നുവെന്ന് പലരും പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉചിതമായ തീരുമാനമായിരുന്നുവെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷേ എല്ലാ തീരുമാനങ്ങളും അങ്ങനെ ആയിരുന്നോ എന്ന് പിന്നീട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന് പാടിയിരുന്നെങ്കിൽ കൈവിട്ടു പോകുമായിരുന്നു. പല തീരുമാനങ്ങളും ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യവും ദൈവാനുഗ്രഹവും മാത്രമായിരുന്നു അപ്പോൾ തുണയായി ഉണ്ടായിരുന്നത്. ജൂബിലിയുടെ സൂപ്പർ ഹിറ്റുകളിൽ പലതിൻ്റെയും അവിഭാജ്യ ഘടകമായിരുന്നു തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫും സംവിധായകൻ ജോഷിയും. മലയാളത്തിലെ സിനിമാ കഥകളുടെ ശൈലി തന്നെ മാറ്റിയെഴുതിയ ഡെന്നിസ് ആദ്യമായി തിരക്കഥ എഴുതിയതും ജൂബിലിക്ക് വേണ്ടിയായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത് 1985 പുറത്തിറങ്ങിയ നിറക്കൂട്ടായിരുന്നു ആ സിനിമ. 45 ദിവസം കൊണ്ടാണ് നിറക്കൂട്ടിൻ്റെ ഷൂട്ടിംഗ്, എഡിറ്റിംഗ് എല്ലാം പൂർത്തിയാക്കി റിലീസിന് തയ്യാറാക്കിയത്. വലിയ വെല്ലുവിളി ഏറ്റെടുത്താണ് ആ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്.